പത്തനംതിട്ട തിരുവല്ലയിൽ 10 വയസ്സുകാരനെ മറയാക്കി അച്ഛൻ ലഹരി കച്ചവടം നടത്തിയ വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. ആ കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. പ്രതി കൂടുതൽ MDMA സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. MDMAയുടെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. കർണാടക ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് MDMA എത്തിച്ചതായി പ്രതി മൊഴി നൽകിയിരുന്നു. പ്രവീൺ പുരുഷോത്തമനാണ് ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. ഗുഡ് മോർണിംഗ് പ്രവീൺ. ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ടയിൽ നിന്ന് വന്ന് നമ്മൾ ആ വാർത്ത ശരിക്കും നമ്മളെ ഞെട്ടിച്ചു. നമ്മൾ ഇന്നലെ പല വേദികളിലും ഈ അച്ഛനെക്കുറിച്ച് പറഞ്ഞു. ഇയാളൊരു അച്ഛനാണോ എന്നാണ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കേണ്ട സമയമാണ് അല്ലേ പ്രവീൺ? അതെ അരുൺ, യഥാർത്ഥത്തിൽ ഇയാളിൽ നിന്നും 3.78 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. പക്ഷേ തിരുവല്ല പോലീസിന് സംശയമുള്ളത് അതിൽ കൂടുതൽ അളവിൽ ഇയാൾ MDMA ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ സമയം തന്നെ ഈ പറഞ്ഞ അളവിലുള്ള MDMA അയാളുടെ കൈവശം ഉണ്ടായിരുന്നു. മറ്റെവിടെയെങ്കിലും ഈ MDMA ശേഖരം ഉണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോൾ തിരുവല്ല പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി, അതായത് പോലീസിന് ചില സംശയങ്ങളുണ്ട് എവിടെയൊക്കെയാണ് ഈ MDMA കരുതി വെച്ചിരിക്കുന്നതെന്ന്, ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി തിരുവല്ല പോലീസ് നടത്തും. വളരെ ഏവരിലും വേദനയുളവാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നും വന്നത്. അത് ഈ ലഹരി കടത്തിൻ്റെ ഒരു രീതി കൊണ്ടാണ് അത് നമ്മളിൽ വേദന ഉളവാക്കിയത്. മകൻ്റെ ശരീരത്തിൽ ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ MDMA നിറയ്ക്കുകയും അതിനുശേഷം സെല്ലട്ടോപ്പ് ഉപയോഗിച്ച് ദേഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒട്ടിച്ച് കാറിലും ബൈക്കിലും ഒക്കെയായി മകനെയും കൂട്ടി ഇയാൾ പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. ഇന്നലെ തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ഈ പ്രതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. തിരുവല്ല ഭാഗങ്ങളിലുള്ള സ്കൂളുകൾ, ഒപ്പം തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് MDMA എത്തിച്ചു നൽകിയിരുന്നതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. അത് കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ലഹരി എത്തിച്ചതെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നാം തിരുവല്ല DYSPയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഉറവിടം തന്നെ തങ്ങൾ കണ്ടെത്തുമെന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് ടൂറിസ്റ്റ് ബസ്സിൽ 2 യുവാക്കളെ MDMAയുമായി തിരുവല്ല പോലീസ് പിടികൂടിയിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ ഈ യുവാക്കൾ തങ്ങൾ അല്ല ഈ MDMA കൊണ്ടുവന്നതെന്ന് ഒരു വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും പിന്നീട് ആ കേസ് ഫോളോ ചെയ്ത് ബംഗളൂരുവിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥത്തിൽ ഇവർക്ക് കൈമാറിയ ആളുകളെ പിടികൂടുകയും തിരുവല്ല പോലീസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി തിരുവല്ല പോലീസിനുണ്ട്. ഇക്കാര്യത്തിലും ഈ പിതാവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ഉറവിടം എവിടെയാണോ, അത് മറ്റ് സംസ്ഥാനത്താണെങ്കിൽ അവിടെ പോയി പ്രതികളെ പിടികൂടാനുള്ള കാര്യങ്ങൾ കൂടി തിരുവല്ല പോലീസ് ചെയ്യുന്നു. തിരുവല്ല പോലീസിനോടുള്ളത് പരമാവധി തെളിവുകൾ ശേഖരിച്ച് അയാളെ കുരുക്കി ജയിലിൽ തന്നെ ഇടണം. അങ്ങനെ ഒരാളെ പുറത്തു വന്നിട്ട് എന്ത് പ്രയോജനം? ആ മകനെ ഇനി അച്ഛൻ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അത്രമേൽ കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണം പോലീസിന്. അറിയാം, നിയമങ്ങൾ നിലവിൽ ദുർബലമാണ് എന്നറിയാം. 3 ഗ്രാമൊക്കെ MDMA കൈവച്ചാൽ ഇതൊക്കെ പിന്നീട് ബെയിലബിളായി തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഈ സവിശേഷ സാഹചര്യത്തിലാണ് ബെയിൽ പോലും നിഷേധിക്കപ്പെട്ടത്. ഇയാൾ വീണ്ടും ഇതേ പണി ചെയ്യും. ഇയാൾ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ടൊരു കാരണവശാലും അയാളെ ജയിലിൽ നിന്ന് പുറത്തു വരാനാവാത്ത വിധം പൂട്ടണം. തെളിവുകൾ ഉപയോഗിച്ച് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ അയാൾ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നാണ് നമുക്ക് പോലീസിനോട് പറയാനുള്ളത്.